നവംബർ 30 ശനിയാഴ്ച വിശുദ്ധ ആൻഡ്രൂവിൻ്റെ തിരുനാൾ. മത്തായി 4:18 മുതൽ 22 വരെ വാക്യങ്ങൾ. യേശുവിനെ അനുഗമിക്കാൻ 2 വഴികളുണ്ട്. ആദ്യത്തേത് ഒരു അപ്പോസ്തലനാവുക എന്നതാണ്. രണ്ടാമത്തേത് ഒരു ശിഷ്യനാകുക എന്നതും. യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അയക്കപ്പെടുന്നവനാണ് അപ്പസ്തോലൻ. ശിഷ്യനാകട്ടെ ഒരു വിദ്യാർത്ഥിയാണ്. പ്രസ്തുത പഠിപ്പിക്കലുകൾ പിന്തുടരാൻ തയ്യാറുള്ള സമർപ്പിത വ്യക്തി. AD 100 യോഹന്നാൻ സുവിശേഷകൻ്റെ മരണത്തോടെ അപ്പസ്തോലിക യുഗം അവസാനിച്ചപ്പോൾ പല ശിഷ്യന്മാരും ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുക എന്ന ദൗത്യം തുടർന്നു. ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് തിരുസഭ വിശുദ്ധ ആൻഡ്രൂസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ വായനയിൽ യേശു തൻ്റെ ആദ്യ ശിഷ്യരെ വിളിക്കുന്ന സംഭവം കാണാം. ഇവർ 2 പേരും സഹോദരന്മാരായിരുന്നു. പീറ്റർ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, അവൻ്റെ സഹോദരൻ ആൻഡ്രൂ. യേശു ഗലീലി കടൽ തീരത്തൂടെ നടക്കുമ്പോഴാണ് ഈ സഹോദരന്മാരെ ആദ്യമായി കണ്ടത്. അവർ മീൻപിടുത്തക്കാരായിരുന്നു. വല കടലിൽ എറിയുകയായിരുന്നു. മത്സ്യബന്ധനം അവരുടെ തൊഴിലും ഉപജീവനവുമായിരുന്നു. യേശു അവരോട് പറഞ്ഞു, വന്ന് എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഉടനെ ഈ സഹോദരന്മാർ വല ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. ഇന്നത്തെ സുവിശേഷ വായന സൂചിപ്പിക്കുന്നത് ആദ്യത്തെ ഈ അപ്പോസ്തലന്മാർ അക്ഷരാർത്ഥത്തിൽ അവരുടെ ബോട്ടുകളും അവരുടെ കുടുംബവും ഉപേക്ഷിച്ച് ഉടൻ തന്നെ യേശുവിനെ അനുഗമിച്ചു എന്നാണ്. ആ സമയത്ത് യേശു അത്ര വലിയ ജനപ്രിയനായിരുന്നില്ല. ഒരു രാജാവാണെന്നോ അല്ലെങ്കിൽ രാജാതിരാജനാണെന്നോ യാതൊരു സൂചനയുമില്ലായിരുന്നു. എന്നിട്ടും എന്നെ അനുഗമിക്കുക എന്ന് യേശു പറഞ്ഞപ്പോൾ അവൻ്റെ വാക്കുകളിലെ ശക്തി ഈ ആദ്യത്തെ അപ്പോസ്തലന്മാർ അവനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കാൻ പ്രേരിപ്പിച്ചു. യേശുവിനെ അനുഗമിക്കാനുള്ള വിളിയിൽ എല്ലാം ഉപേക്ഷിക്കുക എന്നത് ഇന്നത്തെ അന്തരീക്ഷത്തിൽ വളരെ കഠിനമായ ഒരു പ്രവൃത്തിയായി തോന്നിയേക്കാം. എന്നിരുന്നാലും പുരോഹിതന്മാരോ പാസ്റ്റർമാരോ അല്ലെങ്കിൽ കർത്താവിൻ്റെ മുഴുവൻ സമയ ശുശ്രൂഷകരാവുന്നതിന് ആകർഷവും ലാഭകരവുമായ കോർപ്പറേറ്റ് ജോലികളും അല്ലെങ്കിൽ കുടുംബ ബിസിനസ്സുകളൊക്കെ ഉപേക്ഷിച്ച വിശുദ്ധന്മാരുടെയും വിശുദ്ധന്മാരാകാൻ പോകുന്നവരുടെയും കഥകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇന്ന് യേശു നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അവൻ്റെ വിളി കേൾക്കാൻ കഴിയാതെ നാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വേപൃതരായിരിക്കുമോ? ഇനി അവൻ്റെ വിളി കേൾക്കുകയാണെങ്കിൽ നമുക്ക് അവനെ അനുഗമിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന് പല ഒഴിവ് കഴിവും അവനോട് പറയുമോ? അതോ സന്തോഷത്തോടെ എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുമോ? നമ്മൾ എന്തായിരിക്കും തിരഞ്ഞെടുക്കുക? പ്രിയപ്പെട്ടവരെ, നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോസ്തലന്മാരോ ശിഷ്യന്മാരോ എന്തായാലും നാം എല്ലാവരും മനുഷ്യരെ പിടിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വന്തം കുടുംബത്തോടും അല്ലെ സഹപ്രവർത്തകരോടൊപ്പം ആ ജോലി ആരംഭിക്കാം.
എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.